പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാനിപ്പോഴേ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് നിങ്ങളിങ്ങോട്ട് നോക്കണം. അതായത് തീയാടിക്കൽ ചെറുകോപ്പർ റോഡിലാണിത്. ഈ റോഡിൽ വർഷങ്ങളായിട്ട് നമുക്കറിയാം ഏറ്റവും വലിയൊരു കൊടും വളവാണ്. ഈ വളവ് PW റോഡാണ്. ഈ റോഡ് ഏത് സമയത്തും ഒരു വർഷത്തിൽ 1-2 വർഷം കൂടുമ്പോൾ മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ റോഡിൻ്റെ തൊട്ട് താഴെ ഇരിക്കുന്ന ഒരു 8 സെൻറ്റ് സ്ഥലത്തിലൊരു കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഒരു കുടുംബം താമസിക്കുന്നുണ്ട്. അവരുടെ സുരക്ഷ ഒരു കണക്ക് പറഞ്ഞാൽ ഏത് വാഹനം വന്നാലും ചെറിയൊരു അല്പം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ ഈ വീടിന് ഏറ്റവും വലിയ ഒരു അപകടമായി തീരും. നമുക്കിത് തൊട്ട് പുറകിലാണെങ്കിൽ തോട. ഇത് നമ്മുടെ ഓരോ കുടുംബത്തിൻ്റെയും അവരുടെ സുരക്ഷയും നമ്മുടെ സർക്കാർ ചെയ്തു കൊടുക്കേണ്ടതാണ്. ഇത് ബന്ധപ്പെട്ടവർ കാണുമ്പോൾ ഇതിനൊരു അടിയന്തര, അതായത് അടുത്ത തവണയെങ്കിലും ഈ PW റോഡ് നന്നാക്കുമ്പം നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. കണ്ടോ, തൊട്ട് ഇവരുടെ മുമ്പിൽ തന്നെ വാട്ടർ അതോറിറ്റിയുടെ ഒരു കുഴിയും കൂടെ കുഴിച്ചിട്ടുണ്ട്. വെള്ളം ഇറങ്ങി അത് ഇടിഞ്ഞു പോയാൽ അവരുടെ പാവങ്ങളുടെ വീടൂടെ പോകും. ഈ ഒരു അവസ്ഥയാണ്. ഇതിന് നമുക്കൊരു അതായത് PW ഡിപ്പാർട്ട്മെൻറ്റോ ബന്ധപ്പെട്ട അധികാരികളോ ഇവർക്ക് ശാശ്വതമായിട്ടുള്ള ഒരു മതിൽ കെട്ടിയോ ഇവരുടെ വീട് സുരക്ഷിതമാക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് ഉടനടി വാർത്തയ്ക്ക് പറയാനുള്ളത്. ചേട്ടൻ്റെ പേരെന്നാ ചേട്ടാ? ഒന്ന് എഴുതരുത്, കുഴപ്പമൊന്നുമില്ല. കുഞ്ഞൻ ചേട്ടൻ്റെ വീട്ടുപേരെന്നാ? തോണിപ്പാറ. ചേച്ചിയുടെ പേരോ? മിനി. നിങ്ങൾ രണ്ടുപേരുള്ളൂ താമസിക്കുന്നത്? മോനുമുണ്ട്. ഓക്കെ. നിങ്ങൾ ഈ എത്ര സെൻറ്റ് സ്ഥലമുണ്ട്? 8 സെൻറ്റ് സ്ഥലം. എത്ര വർഷമായി താമസിക്കുന്നത്? ഇത് പേരിലായിട്ടില്ല. ഇപ്പം നിങ്ങളുടെ ഇതിലേക്ക് താമസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഏറ്റവും വലിയ ദുരിതക്കായത്തില്ല. കാരണം തൊട്ട് പുറകെ തോടാ കേട്ടോ. നല്ല വെള്ളം ഒഴുകുന്നല്ലേ ഇത്? ഈ വെള്ളം ഇവിടെ കയറും. അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളൊരു കാര്യം നമുക്ക് മനസ്സിലായി. ഈ വീടിൻ്റെ അവസ്ഥ കണ്ടോ? ഒരു ആസ്പെറ്റാസിട്ട് എത്ര മുറിയുണ്ട് ചേച്ചി? ഇത് ഒറ്റ മുറിയേ ഉള്ളൂ. ഈ പാവങ്ങൾ താമസിക്കുന്ന ഒറ്റ മുറിയിലാണ്. നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ കാണുന്നവരെ നിങ്ങളൊന്ന് ചിന്തിക്കണം. കാരണം ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ വലം മുന്നോട്ടാണെങ്കിലും ഒരു ശകലം പോലും അവർക്ക് മുറ്റമില്ല. അപ്പം അതുപോലെ തന്നെ കുടിപ്പണിയെടുത്ത് എന്താ ജോലി എടുക്കുന്നത്? മീൻ കച്ചവടമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ജീവനമാർഗം മീൻ കച്ചവടം. കണ്ടോ, പെട്ടിയൊക്കെ സ്കൂട്ടറിൽ പോയി ശരി. ഇപ്പോൾ മീൻ കച്ചവടമൊക്കെ ഉണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലേ? ഓക്കെ. ബന്ധപ്പെട്ടവർ ഇത് കണ്ട് നമുക്ക് PW അധികാരികളുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത റോഡ് നിർമ്മാണത്തിലെങ്കിലും ഇവരുടെ വീടിന് ഒരു സുരക്ഷ ഉറപ്പാക്കുവാൻ അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഉടനടി വാർത്തയ്ക്ക് ആവശ്യപ്പെടാറുള്ളത്. ഹുസൈന റാവുത്തർ, പത്തനംതിട്ട ചുങ്കപ്പാറ. നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, യൂട്യൂബിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.